മീ മെറീന ജോബി അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാബീൻ റോസ്റ്റ് ആണ്. നമുക്ക് ബീഫൊക്കെ വരട്ടിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് സോയാബീൻ ചെയ്തെടുക്കാൻ പറ്റും. ബീഫൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് പെറുക്കി കഴിക്കാനുള്ള രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ചിലർക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് സോയാബീൻ വെച്ചിട്ടുള്ള കറികളും റോസ്റ്റും ഒന്നും റെഡിയാക്കി എടുക്കാൻ മെനക്കെടാറില്ല. പക്ഷെ നമ്മൾ നന്നായിട്ടത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബീഫൊക്കെ കഴിക്കുന്ന അതേ ഒരു ചെറിയൊരു ഇഫക്റ്റ് കൂടെ നമുക്ക് സോയാബീൻ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കോമ്പിനേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കത് പുട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അതായത് നമ്മുടെ ഇഷ്ടത്തിനാണ് കോമ്പിനേഷൻസ് ഒക്കെ. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ കറി റെഡിയാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഞാനൊരു 100 ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള സോയാബീനാണ്. പിന്നെ ഞാനൊരു വലിയ സവോള കനം കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക് ഞാൻ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ കീറുന്നതിന് പകരം ചതച്ചു വിടാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒപ്പം പച്ചമുളക് വേണമെങ്കിൽ ചതച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. 1 ടീസ്പൂൺ മുളക് പൊടിയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. അത് ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. കുരുമുളകും 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം എരിവിനനുസരിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് സോയാബീൻ റോസ്റ്റ് റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സോയാബീൻ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് ഈ സോയാബീൻ മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബൗൾ നിറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് സോയാബീൻ നന്നായിട്ട് വീർത്ത് വരും. ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും സോയാബീൻ ഏകദേശം ഒരു ഡബിൾ സൈസായിട്ട് വന്നോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നല്ല സൈസായി കഴിയുമ്പോൾ മസാലകൾ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നും ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട്. എന്നാലാണ് നമ്മുടെ മുകളിലൊക്കെ സോയാബീൻ താഴോട്ട് പോയിട്ട് ആ ചൂടുവെള്ളത്തിൽ കിടക്കുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയാബീൻ ഒരു 15 മിനിറ്റ് കുതിർത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സോയാബീനൊക്കെ ഏകദേശം ഒരു ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞ് കളയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു വൈറ്റ് പതയൊക്കെ വരും കേട്ടോ. ആ പതയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് തന്നെ വാഷ് ചെയ്യണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിനിട്ട ശേഷം നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് പിന്നെ ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലും ഉണ്ടാവില്ല. നമ്മൾ കറി റെഡിയാക്കി കഴിയുമ്പോൾ പിന്നെ മസാലകളുടെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു എന്താ പറയുക കൊള്ളില്ലാത്ത സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ സോയാബീൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോയാബീൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം വലുപ്പം ഉണ്ടായാലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അധികം വലുപ്പം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലകൾ പിടിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ കറി റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുമ്പോൾ
നമുക്ക് ഇതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. ഇനി തീ കുറച്ച് കൂട്ടി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ, അപ്പോഴേക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വാടി നല്ല സോഫ്റ്റായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് സവാളയായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സവാളയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ പെപ്പർ പൗഡർ ലാസ്റ്റാണ് ചേർക്കണേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്നത് സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയാബീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ സോയാബീൻ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിനകത്തോട്ട് വെള്ളം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. ഓൾറെഡി സോയാബീനിൽ നല്ല വെള്ളം ഉണ്ടാവും. നമ്മൾ എത്ര പിഴിഞ്ഞ് കളഞ്ഞാലും അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നോളും. അപ്പം ഞാനിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം മതിയാവും. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പം നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വെള്ളം ഇതിനകത്ത് ഉണ്ടാവും. അത് നന്നായിട്ട് വെന്തോളും ആ വെള്ളത്തിൽ കിടന്നിട്ട്. നമ്മൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി വെള്ളം ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അടിക്കൊന്നും പിടിക്കില്ല. ഇതിൻ്റെ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത്. അത്യാവശ്യം നല്ല വെള്ളത്തോട് കൂടി തന്നെയാണ് ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം മതിയാവും. അപ്പോഴേക്കും നമ്മുടെ അത് നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഞാനിത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഉണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ നിങ്ങൾക്ക് ഗ്രേവിയുള്ള കറി ആവശ്യമെങ്കിൽ ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നല്ല റോസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വരട്ടി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ നമ്മൾ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ നമുക്ക് ബീഫൊക്കെ വരട്ടുന്ന ആ ഒരു ഇഫക്റ്റൊക്കെ കിട്ടും. ആ ഒരു കളറൊക്കെ കിട്ടും. കുറച്ചുകൂടി ഒരു ബ്ലാക്കിഷ് കളറാവും. അപ്പോൾ നന്നായിട്ട് വരട്ടി എടുക്കുക. നിങ്ങൾക്ക് ഒട്ടും വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ റോസ്റ്റാക്കി എടുക്കുക. തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അതിനകത്ത് നിന്ന് പോയി കിട്ടും. ഞാനിത് ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ റോസ്റ്റായിട്ടാണ് എടുക്കണേ. വരട്ടിയെടുക്കുന്നോറും ഇതിൻ്റെ ആ ഒരു കറുത്ത കളർ കൂടി വരും. ഇത് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറായിട്ടായിട്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ സോയാബീൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.